ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്ത സാധനമാണ് ഇതിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടല്ലോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് കണ്ട, അടിപൊളിയല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിതാ ഒരു പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മടക്കിയിട്ട് ഷേപ്പാക്കി മുറിക്കണം. ഇത്രയും വരെയാക്കി എന്നിട്ട് ഞാനത് മുറിക്കട്ടെ, എന്നിട്ട് അടുത്ത് ആക്കാം. ഇല്ലെങ്കിൽ മുറിക്കാൻ പറ്റുന്നില്ല, കട്ടി കൂടുതലാകുമ്പോൾ നമുക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് മടക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരുപാടാകുമ്പം കത്രികേനെ കൊണ്ട് മുറിക്കാൻ പറ്റുന്നില്ല. ഇനി ഈ തുണിക്ക് കട്ടി കൂടുതലല്ലേ, ഇത് തുണിയല്ല, എന്തോ പോലത്തെ സാധനമാണ്. എന്താ ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഗൈസ്, അതുകൊണ്ട് അപ്പം ഞാൻ അതിനെ ഇങ്ങനെ മുറിച്ചിട്ട് ലെവലാക്കി എടുക്കുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, കണ്ടല്ലോ. ഒരു പീസിനും കൂടി മുറിക്കാനുണ്ട്, ഇവിടെ ഒന്നും കൂടി മുറിക്കാനുണ്ട്. അപ്പോൾ ശരി, അപ്പം എല്ലാവരെയും ഞാൻ മുറിച്ചെടുത്തു. ഇനി ഞാൻ ഇത് മടക്കിയെടുക്കട്ടെ. നമുക്കിതിന് നല്ല ഡിസൈനെല്ലാം വേണ്ടിക്കിൽ ക്യൂടെക്സോ അങ്ങനത്തെ എന്തെങ്കിലും പോലത്തെ സാധനം കൊണ്ട് ഇതിനിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തതാണിത്, ഡിസൈൻ ചെയ്തിട്ട് കാണുന്നില്ലേ, എന്താ അതേപോലെ വേണ്ടിക്കിൽ ചെയ്യാം നമുക്ക്. അപ്പം അതിന് വേണ്ടി ഞാനൊരു ക്യൂടെക്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഡിസൈൻ ചെയ്യട്ടെ, ഇതിൽ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കിടക്കയിലെങ്ങാനായാൽ ഒരു നേരിയ വര പോലെ ഇങ്ങനെ ഇട്ട് വെക്കും നമുക്ക്. ഒന്ന് വെറുതെ ഇങ്ങനെ കുത്തി ആക്കിയാൽ മതി. അപ്പോൾ ഒരു പന്നീരിന്, ചെറിയ പന്നീരിന് ഉണ്ടാവില്ലേ നല്ലൊരു കളറ് മാറ്റെല്ലാം പോലെ, അപ്പോൾ അതേപോലെ വേറെ ഏതെങ്കിലും കളറുണ്ടെങ്കിലും അങ്ങനെ ആക്കിയാലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കളറുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടൊന്ന് ചെറിയൊന്ന് പരിപാടി നടത്തുന്നതെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഒരു ഡിസൈന് പോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. വാവേൻ്റെ ക്യൂടെക്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് പരിപാടിയാണ്, മറ്റുള്ളതൊന്നുമില്ല. അപ്പോൾ ഇതാ രണ്ട് ഭാഗവും ഇങ്ങനെ ഞാൻ ക്യൂടെക്സിനെ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ തോതിൽ നമുക്ക് ചുരുട്ടിയെടുക്കണം. കത്രികയെ നീ വാ. അപ്പോൾ കുറച്ച് താഴോട്ട് ഒന്ന് കീറിയെടുക്കുന്നുണ്ടേ, എന്നാൽ മാത്രമല്ലേ പൂവിൻ്റെ ഇതള് പോലെ വരികയുള്ളൂ. അപ്പം അതിന് കുറച്ച് ദൂരം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മറക്കുടയായി മുഖം മറിക്കും മാനല്ല അപ്പോൾ ഇതാ, അപ്പം ഞാനിത് ചെറിയ തോതിലൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ടേ.
ഓക്കെ. ചുരുട്ടി 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 നമ്മൾക്ക് നമ്മുടെ പൂക്കളുടെ ഇതളുകൾ റെഡിയാക്കിയെടുക്കാം. കണ്ടല്ലോ, ഇതാ അങ്ങനെ അങ്ങനെ റെഡിയാക്കി വരണം. മറക്കുടയായി മുഖം മറക്കും മാനല്ല മഷിക്കറുപ്പാൽ മീനല്ല. ഇതാ ഗൈസ്, എൻ്റെ പനനീർ പൂ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നൂലെടുത്തിട്ട് കെട്ടണം, എന്നാൽ മാത്രമേ ഇതിവിടെ നിൽക്കുള്ളൂ. ഇല്ലേ പിന്നെ നമ്മൾ സൂചി നൂലും എടുത്തിട്ട് തുന്നി കൂട്ടണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിതിപ്പം നൂലിനെ കൊണ്ട് കെട്ടുന്നതാണ്. ഞാനിത് നൂലെടുത്തിട്ട് കെട്ടുന്നതാണേ. സൂചി നൂലും എടുത്തിട്ട് തുന്നുന്നില്ല, നൂലെടുത്ത് കെട്ടുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി പൂവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ്. ഇനി റിബണ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നല്ല അടിപൊളി ദളങ്ങളെല്ലാം ആയിട്ടുള്ള അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പന്നീരായിട്ട് എല്ലാ ദളങ്ങളും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. കണ്ടല്ലോ. ഇനി ഇതിന് നമുക്ക് ഈ പച്ച ഇതുണ്ട്, പേപ്പർ ടേപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പശയും കൂടി വെച്ചിട്ട് ഇതിന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് അവിടെ നിന്നോളൂ. ഇതിന് പച്ച ഇതിന് പശയില്ല. പിന്നെ വേറെ പശയിലൊരു ടേപ്പ് ഉണ്ട് ഗൈസ്, അത് ഞാൻ എടുത്തിട്ട് വരുന്നേ. ഇപ്പോൾ ഗൈസ് ഇതാ ഒരു പേപ്പർ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ഞാൻ ഇതിന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ 2 ഇല പോലെയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതാ ഈ പച്ച പേപ്പർ ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിനെ കൊണ്ട് ഞാനൊരു ഇല പോലെയാക്കിയിട്ട് ഇതിനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ പേപ്പർ ടേപ്പിനെ കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിവിടെ നിന്നോളും. അടിപൊളിയായിട്ട് അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതന്നെ. അപ്പം സൂപ്പർ. പേപ്പർ ടേപ്പിനെ കൊണ്ട് ഞാനിവിടെ ഒട്ടിച്ചു. അപ്പം നമുക്ക് ഒരില പോലെ ഏകദേശം തോന്നിക്കുകയും ചെയ്യും. ഇത് നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എൻ്റെ പൂ? 2 എണ്ണമാണ് ഇപ്പം ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതിലാണ് എടുത്ത് വെക്കുന്നത് ഞാൻ. അപ്പോൾ ഇതിന് 1 ഇത് 2 2എണ്ണം ഇതിൽ വെക്കാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ട് 1 മാത്രമേ വെക്കാൻ പറ്റൂല. ഒന്നിങ്ങനെ വെച്ച് ഇതേപോലെ വെച്ച് 2 എണ്ണം. അപ്പോൾ ഇതാണ് ഞാൻ ആക്കിയത്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കണ്ട, ഈ ഷീറ്റിനെ കൊണ്ട് ഞാൻ ആക്കിയതാണ്. ഇനി അടുത്ത ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ.